ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ ഒക്കെ ഞാൻ ശരിക്കും പോലെ പറയുന്നതായിരുന്നു കേട്ടോ, പക്ഷെ പട്ടികളുടെ കുര കാരണം ആകെ കുളമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ കസേരകളൊക്കെ അവിടെ അടക്കി വെച്ചിട്ടുണ്ട് പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. എങ്ങടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആച്ചൂട്ടൻ്റെ സ്കൂളിലേക്ക് പോകാം കേട്ടോ. ആച്ചൂട്ടൻ്റെയും കുഞ്ഞുവിൻ്റെയും സ്കൂളിൽ ഇന്നലെ ഒരു ദിവസമായിരുന്നു മീറ്റിംഗ്. ഒരാൾ 1:30-ക്കും ഒരാൾ 2:30-ക്കും. രണ്ടും രണ്ട് ദിക്കിലായിട്ട് കിടക്കുന്നത്, ബോയ്സിലും സെൻറ്റ് ബേസിലും. അപ്പോൾ അങ്ങനെ ഞാനിത് ആച്ചൂട്ടൻ്റെ സ്കൂളിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ആച്ചൂട്ടനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കുട്ടികൾ അതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ ഭയങ്കര ടാസ്ക്കാട്ടോ. ഒക്കെ ഒരു യൂണിഫോമിലല്ലേ. അങ്ങനെയൊക്കെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ സ്കൂളിൽ കയറിയതിന് ശേഷമൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി ആച്ചൂട്ടനും കൂടിയിട്ട് നമ്മുടെ പന്തുണ്ടല്ലോ അതിൽ കാറ്റടിക്കുന്ന രംഗാട്ടോ ഈ കാണുന്നത്. കാറ്റടിക്കുന്ന ആളുടെ കാറ്റ് പോവാണാവോ ആ നിലയ്ക്ക് അടിക്കുന്നത്. എന്തായാലും അവളതിൽ ഫുള്ളാക്കി, ടയറൊക്കെ ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ വന്നിട്ട് മാർക്കൊക്കെ അറിയണ്ടേ എല്ലാവരുടെയും. കിട്ടണ്ട, എനിക്കറിയാലോ പറഞ്ഞു കൊടുക്കാൻ. ഞാൻ കണ്ടതല്ലേ. എല്ലാരും പോരാ, കഴിഞ്ഞ പ്രാവശ്യത്തേനെക്കാട്ടും കൂടുതലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോരാ. കുഞ്ഞ് 3 വിഷയത്തില് പിന്നാക്കാട്ടാ. ഒന്ന് മാത്സ്, ഇംഗ്ലീഷ്, ഒന്ന് ഹിന്ദി. ബാക്കിയുള്ളതിലൊക്കെ അത്യാവശ്യം മാർക്ക്. ആനെ ഹിന്ദി പറഞ്ഞത് അല്ലല്ല, ഹിന്ദി പറഞ്ഞു. ഇവൻ പിന്നെ കാര്യം പറയാനില്ല കാര്യങ്ങളൊന്നും. ഒന്ന് എല്ലാവരുടെയും അവനെ വെച്ച് നോക്കുമ്പോ ഇഷ്ടമോള് പിന്നെയും ഭേദാന്നൊക്കെ തോന്നുന്നു. അല്ല, ഞാന്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ മാർക്കൊക്കെ എങ്ങനെയാന്നൊക്കെ. പിന്നെ ഇനി പരീക്ഷ പേപ്പറൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടാ. ഉണ്ടാക്കിയെടുക്കണുണ്ടാ? അതെന്താ ക്യാമ്പ് കളിച്ചിട്ടാ വരുന്നത്? സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ കളിക്കാനാ പോണതേ. കളി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോ 6 മണിക്കാ. ക്യാമ്പാന്നും പറഞ്ഞിട്ട് പോവാണ്. ക്യാമ്പ് തന്നെ അല്ലായിരുന്നു? മിന്നാന്നിന്റെ കുഞ്ഞോനെ അടി കൊണ്ടിട്ട് ഇങ്ങനെ നാറിയിട്ടാ. ഞാൻ പറയൂ. ഹലോ, കുട്ടികൾ പഠിക്കട്ടെ ഫോണും കൊണ്ടുവന്നിട്ട് അതിട്ട് പഠിക്കില്ല. ഇതിലാന്നറിയോ അടിയിട്ടത്? സ്കൂള് വിട്ടിട്ടേ ക്യാമ്പ് ഉണ്ട് എന്നോട് പറയാതെ കളിക്കാൻ പോയി, ക്യാമ്പിന് പോയി. ഞാൻ ഇവിടെ 6 മണി വരെ കാത്തിരുന്നു കേട്ടോ. അപ്പൊ വരും വെച്ചിട്ട് ഈ മഹാനെ വരുന്ന് കാണാൻ എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ വണ്ടി എടുത്തിട്ട് പോയി നോക്കി. അപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് പതുക്കെ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വായിട്ടാ, ബാക്കി ഇവിടെ വന്നിട്ട് തരാ പറഞ്ഞു. ഇവിടെ വന്നപ്പോ നല്ല പട കിട്ടി. പിറ്റേ ദിവസം കറക്റ്റ് 3:30-ക്ക് ക്ലാസ് വിട്ടിട്ട് 3:40 ആകുമ്പോഴേക്ക് ഇവിടെ എത്തിക്കണം ആള്. ഇന്ന് പിന്നെ എന്നോട് പറഞ്ഞിട്ടാ പോയത്. പറഞ്ഞിട്ട് പോയിക്കൂടെ? പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത്? എങ്ങനെ പോയാലും തള്ളാർക്കാണ് കേട് അല്ലേ. നമ്മള് കുട്ടികൾ പറഞ്ഞിട്ട് പോയാൽ കുട്ടികൾക്ക് എന്ത് പറ്റിയാലും ആദ്യം പറയാ തള്ളാരേനെ. അപ്പോൾ നന്നായാലും തള്ളാരൻ തന്നെ പറയാ, കേട് വന്നാലും തള്ളാരൻ തന്നെ പറയാ. അപ്പൊ പിന്നെ പോകുമ്പോ പറയണ്ടേ? പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്? അപ്പൊ അവനെ തല്ലണ്ടേ? ഒരാൾക്ക് പിന്നെ തല്ല് കിട്ടിയാൽ മതി. അപ്പൊ 3 നന്നാവും. ഭയങ്കര പേടിയാ. അപ്പൊ ഒരാളെന്നെ അടിക്കണുണ്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ ദിവസം ഭയങ്കര പഠിപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അപ്പുറത്തെ വീട്ടിലത്തെ ചെമ്മീലാത്ത പറയാ ചെമ്പരത്തി വടിക്ക് ഇത്ര ഗുണുണ്ടെന്ന് അറിഞ്ഞില്ലാന്ന്. അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യം. കാലുമ്പോ എനിക്ക് കാല് വേനിക്കണം. ഇനി ഉറങ്ങണം കേട്ടോ. എന്ന് ഉറങ്ങി എണിച്ചാലേ ശരിയാവുള്ളൂ. നട്ടുച്ചയ്ക്ക് പോയിട്ടേ ആച്ചൂട്ടൻ്റെ സ്കൂളിലേക്ക് നടന്നിട്ടാ പോയത്. കാരണം ഭയങ്കര ക്ഷീണം. ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങളാട്ടോ. ഇന്ന് രാവിലെ നമുക്ക് നൂൽപുട്ടായിരുന്നു ചായക്ക് കടിയുണ്ടായിരുന്നു. നൂൽപുട്ടും തേങ്ങാപ്പാലായിരുന്നു കേട്ടോ. ഇവിടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. നൂൽപുട്ടും തേങ്ങാപ്പാലും ഇവർക്കൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. അത് കാരണം ഞാൻ ഉണ്ടാക്കാറില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷം ഉണ്ടാക്കിയപ്പോൾ കഴിച്ചു കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഞാൻ കറി ഉണ്ടാക്കാറ് മുട്ടക്കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ്. ഇപ്പോൾ പിന്നെ കുറേ നാളായാലും തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കഴിച്ചു. പിന്നെ എന്താ കറി വയ്ക്കുകയെന്ന് വിചാരിച്ചിട്ട് കുറേ ആലോചിച്ച് നടന്നിട്ട് പിന്നെ കിട്ടിയതാണ് കേട്ടോ നമ്മുടെ ഓമക്കായ ഉണ്ടല്ലോ, പപ്പായ.
അതാണിന്ന് നമുക്ക് കറി ട്ടോ. അപ്പോൾ നമ്മുടെ ഈ പറമ്പിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ച് കൊടുന്ന് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ട് ഇതാ പരിപ്പ് വേവിച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ പപ്പായ ഞങ്ങൾ കുത്തിക്കാച്ചുക എന്ന് പറയും. തൃശ്ശൂർ സ്റ്റൈലിലൊരു കുത്തിക്കാച്ചിലുണ്ടല്ലോ, അതാണ് ഇട്ടത്. അപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. അതിൽ ഞാൻ ഓമക്കായ നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് പുളി ഒഴിക്കണം കേട്ടോ. ഞാൻ പുളി ഒഴിക്കുന്ന ഭാഗം ഇതിൽ എടുത്തിട്ടില്ല, ഞാൻ മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പുളിയും കൂടി ഒഴിക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ വേവും കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ പാകത്തിന് വെന്തിട്ട് ഒന്നോ രണ്ടോ എണ്ണമൊക്കെ അടിക്കുക കേട്ടോ. എൻ്റെ കുക്കറിൽ രണ്ടെണ്ണം അടിക്കണം. നല്ല കുക്കറാണെങ്കിൽ ഒരെണ്ണമൊക്കെ അടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ സാധാരണ എല്ലാതും പരിപ്പും തക്കാളി ആയാലും പിന്നെ കുമ്പളങ്ങ ആയാലും ഒക്കെ ഇങ്ങനെ തന്നെ കേട്ടോ കുത്തിക്കാച്ചുക. ഇവിടെ കുത്തിക്കാച്ചിയ കറി ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മുളക്, കുത്തുമുളക് ഉണ്ടല്ലോ നമ്മുടെ വറ്റൽ മുളകും ഉള്ളിയും നേരെയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മുളക്. അപ്പോൾ ഞാൻ മുളക് എങ്ങനെ സൂക്ഷിക്കുകയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അതിൻ്റെ ഞെട്ടിയൊന്നും പൊട്ടിക്കാതെ തന്നെ ഫ്രിഡ്ജിൽ കുപ്പിയിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുളകായിട്ട് എപ്പോഴും ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു കൈപ്പയ്ക്ക ഉണ്ടായിരുന്നു. ആ കൈപ്പയ്ക്ക വെച്ചിട്ട് ഒരു പുളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൈപ്പയ്ക്ക പുളി ഉണ്ടല്ലോ അത്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം ചട്ടിയിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കുക കേട്ടോ. നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി നല്ല മണം വരുമല്ലോ, മല്ലിമുളകും ചൂടാവണ മണം. അത്ര നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ബാക്കി പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത്തിരി അധികം പുളി, നമ്മൾ മീൻ കറിയിലൊക്കെ പുളി ഒഴിക്കില്ല, അത്ര പുളി വേണം കേട്ടോ. ഇത്തിരി അധികം തന്നെ പുളിയൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് കൈപ്പയ്ക്ക ഉണ്ടല്ലോ, കൈപ്പയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. വറ്റിച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ ഈ കറി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒന്നല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ടേസ്റ്റ് ഉണ്ടാവും, ചൂടോടെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അത് തണുത്ത് ഒന്ന് സെറ്റായി വരണം. അപ്പോൾ അതിലത്തെ കൈപ്പയ്ക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കൈപ്പയ്ക്ക കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ കൂട്ടാൻ കാച്ചുകയാണ് കേട്ടോ. അപ്പം മിനിഞ്ഞാന്ന് എൻ്റെ കൈയൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയിട്ടപ്പോൾ കൈ പൊള്ളച്ചു. അതിൻ്റെ തൊലി അടർന്നു പോരും ചെയ്തു. അത് കാരണം ഇപ്പോൾ കുക്കർ തൊടുമ്പോഴും ചട്ടി തൊടുമ്പോഴും ഒക്കെ ഭയങ്കര പേടി. കൈമിൽക്കാവോ വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ പുളിങ്കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കൈപ്പയ്ക്ക പുളിങ്കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓമക്കായ പപ്പായ ഉണ്ടല്ലോ അതൊന്ന് കുത്തി കാച്ചിയെടുക്കണം. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഉണക്കമുളകും എന്താ പറയുക ഉള്ളിയും കൂടിയിട്ട് നമ്മൾ കുത്തിയിട്ടുണ്ടല്ലോ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചട്ടിയിലിട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് കുറച്ച് മുളക് ഇങ്ങോട്ട് മാറ്റി വെച്ചു കൊടുത്ത് അതിന് ചമ്മന്തിക്ക് ബാക്കിയുള്ള കറിയിൽ ഒഴിച്ചിട്ട് നമ്മളിത് അതും കൂടി കാച്ചിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഇത്തിരി അധികമായി കറിയിൽ. അപ്പോൾ ഞാൻ അതൊന്ന് ഇത്തിരി വറ്റിച്ചെടുക്കാം കേട്ടോ. വെള്ളം കറിയിലെ വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇന്ന് ഇതായിരുന്നു, ഉച്ചക്കലത്തെ കറി ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഒരു വട്ടയിലും കറി വെച്ച് നോക്കുക കേട്ടോ. പപ്പായ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ്. ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, എൻ്റെ സാറേ എന്ന് തന്നെ പറയും. അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉണക്കമീനോ അല്ലെങ്കിൽ ഒരു സ്രാവോ ഒരു മുള്ളൻ വറുത്തതോ മാന്തളോ എന്തോ ആയിക്കോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്, എന്നിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാതിരിക്കും. എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.